Hello guys, welcome to biochemistry classes. Myself Reshma B. Rajan. Today we are going to discuss about the topic glycolysis. അപ്പം നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇപ്പോൾ ഏത് PSC എക്സാമിലും ബയോകെമിസ്ട്രി എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൽ ഗ്ലൈക്കോളിസിസിൽ നിന്ന് മസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. മോസ്റ്റ്ലി എനർജറ്റിക്സ് ആയിരിക്കും, ചിലപ്പം ചില ഇമ്പോർട്ടൻ്റ് എൻസൈംസ് ഉണ്ടാകും, നമ്മൾ പഠിക്കും. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാകുന്ന. നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിക്കുമ്പോൾ എന്താണ് സിംപ്ലി നമ്മൾ എന്താ ഗ്ലൈക്കോളിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്ലൈക്കോളിസിസിൽ ഒരു സെൽസിൽ നമ്മുടെ സെൽസിലുള്ള ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്ത് എനർജി അല്ലെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലേ നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി റിസോഴ്സാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഇത് മെറ്റബോളൈസ് ചെയ്താണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് എനർജി ആയിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ അതാണ് മെയിൻ അതിലുള്ള പ്രിൻസിപ്പിൾ. അതായത് ഗ്ലൂക്കോസ് നമ്മുടെ സെൽസിൽ എൻ്റർ ചെയ്യുക, അത് മെറ്റബോളൈസ് ചെയ്ത് ATP അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലൂക്കോസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ എല്ലാ സെൽസിലും, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഏത്? ഗ്ലൈക്കോളിസിസ്. നമ്മുടെ RBC അതുപോലെ ബ്രെയിനിലെ സെൽസ് എല്ലാം ഗ്ലൂക്കോസ് വഴിയാണ് എനർജി ഡിറൈവ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്താണ് എനർജി ഡിറൈവ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? 17 to 110 mg/dL ആണ്. അതെന്താണ്? ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവലാണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കാതെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 17 to 110 mg/dL ഉള്ളിലായിരിക്കണം. അപ്പം നമുക്കറിയാം കുറഞ്ഞ് ഷുഗർ അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞാലും പ്രശ്നമാണ്, അത് കൂടിയാലും പ്രശ്നമാണ്. ആ കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ഒരു പേഷ്യൻറ്റിൽ നമ്മുടെ ഫുഡ് ഇപ്പം ഫാസ്റ്റിങ്ങിലാണെങ്കിൽ ഈ നോർമൽ റേഞ്ചിനെക്കാട്ടി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും, അതുപോലെ അല്ലെങ്കിൽ കുറവായിരിക്കാം. അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്, അറിയാലോ അല്ലേ. അപ്പോൾ അപ്പോഴും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈ നോർമൽ റേഞ്ചിനെക്കാട്ടിയും കൂടി നിൽക്കും. ആ കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസും ഉണ്ട്, ഡയബറ്റീസ് ഇൻസിപ്പിഡസും ഉണ്ട്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്താണ്? വാട്ടർ റെഗുലേഷനാണ് നമ്മുടെ ബോഡിയിലുള്ള. അപ്പോൾ വാട്ടർ എക്സസ് ആയിട്ട് യൂറിനിലൂടെ പുറത്തു പോകുമ്പോഴാണ് അത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആവുന്നത്. അതും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഒരു കൺഫ്യൂഷൻ ടൈമല്ലേ ഡയബറ്റീസ് മെലിറ്റസും ഡയബറ്റീസ് ഇൻസിപ്പിഡസും. അപ്പം നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോണോസാക്രൈഡാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്കറിയാം മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, അതുപോലെ പോളിസാക്രൈഡ്സ്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കണം, അപ്പോൾ അതിനകത്ത് മോണോസാക്രൈഡ്സ് ആയിട്ടല്ല കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നത്. അപ്പം അത് പോളിസാക്രൈഡ്സ്, അതായത് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ആയിട്ടായിരിക്കും കാണുന്നത്. നമുക്കറിയാം മോണോസാക്രൈഡിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ് പറയാൻ പറ്റും. ഡൈസാക്രൈഡ് എന്നാണ് ലാക്ടോസ്. അതുപോലെ പോളിസാക്രൈഡാണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് പോളിസാക്രൈഡായിട്ടാണ് കാണുന്നത്. ഇത് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ് കാണുന്നത്. അപ്പോൾ അതിനെ സിമ്പിൾ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആക്കി മാറ്റുന്ന ആരാണ്? നമ്മുടെ ബോഡിയിലുള്ള എൻസൈംസ് ആണ്. ഏതൊക്കെയാണ്? സലൈവറി അമിലേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, അങ്ങനെയുള്ള എൻസൈംസ് ഇതിൽ ഡീബ്രാഞ്ചിങ് ഒക്കെ നടത്തി സിമ്പിൾ യൂണിറ്റ്സ് ആക്കി മാറ്റും. ഏതാക്കി? ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആക്കി മാറ്റും. ഇപ്പോൾ ഈ ഗ്ലൈക്കോളിസിസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ 2 സ്ട്രക്ചർ, അതായത് അതിൻ്റെ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയും നമ്മൾ പഠിക്കണം. അതായത് ഓപ്പൺ ചെയിൻ ഫോർമുല നമ്മളിവിടെ കാണുന്നില്ല, ഇതാണ് ഓപ്പൺ ചെയിൻ. അതുപോലെ ഏതാണ്? ഹാവർത്ത് ഫോർമുല, അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് ഏത് പഠിക്കാൻ പറ്റും? ഈ ഹാവർത്ത് ഫോർമുല വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള OH ഗ്രൂപ്പ് കണ്ടില്ലേ? OH ഗ്രൂപ്പ് താഴെ വരും, മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള H മുകളിൽ വരും. അങ്ങനെയാണ് ഈ റിംഗ് സ്ട്രക്ചറിൽ നമ്മൾ ഈ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയിൽ നിന്ന് നമ്മൾ ഈ ഹാവർത്ത് ഫോർമുല വരയ്ക്കുന്നത്. നിങ്ങൾ പേര് ഒന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഓപ്പൺ ഫോം നമ്മൾ സർക്കുലർ ഈ പൈറാനോ സ്ട്രക്ചറാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ പേര് ആൽഫ ഡി പൈറാനോസും ബീറ്റ ഡി പൈറാനോസും. ആൽഫയും ബീറ്റയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഇവിടെ OH ഗ്രൂപ്പ് കണ്ടില്ലേ? ഈ OH മുകളിൽ ഫസ്റ്റ് കാർബണിലുള്ള OH ഗ്രൂപ്പ് മുകളിൽ വരുവാണെങ്കിൽ അതിനെ ബീറ്റ എന്നും, താഴെ വരുവാണെങ്കിൽ അതിനെ ആൽഫ എന്നും പറയും. ഈ താഴെ മുകളിലും വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡി ഗ്ലൂക്കോസിൽ
ഫസ്റ്റ് ഈ OH ഗ്രൂപ്പിൽ OH ഗ്രൂപ്പിനെ താഴെ വരച്ച് ലെഫ്റ്റ് സൈഡിലുള്ള Hനെ മുകളിൽ വരയ്ക്കും. താഴെ തേർഡ് കാർബണിൽ വന്നേക്കുന്നത് ഏതാണ്? ഹൈഡ്രജനാണ് താഴെ. അപ്പം ഹൈഡ്രജൻ തേർഡ് കാർബണിൽ താഴെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് മുകളിൽ. അപ്പം അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഈ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാൻ പഠിക്കാവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് ഫ്രക്ടോസിൻ്റെ കാര്യം. അപ്പം കാർബോഹൈഡ്രേറ്റ്സിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോൾ ആണ് ഗ്ലൂക്കോസ്, കീറ്റോ ഗ്രൂപ്പ് വരുമ്പോൾ ഫ്രക്ടോസ്. അപ്പോൾ ഈ ഫ്രക്ടോസ് ഫോമുലയും അതും ഇതുപോലെയാണ്, ഓപ്പൺ ചെയിൻ ഫോമുലയും ഉണ്ട്, അതുപോലെ ഈ ഹാവർത്ത് ഫോമുലയും ഉണ്ട്. സെയിം അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ OH ഗ്രൂപ്പ് Hൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ റിംഗ് സ്ട്രക്ചറായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൽ നോക്കി വയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഗ്ലൂക്കോസ് നമ്മുടെ സെൽസിൽ എൻറ്റർ ചെയ്തിട്ടാണ് അത് ഗ്ലൈക്കോളിസിസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യുന്നത്? അതിനായിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ഏതാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ സെൽസിൻ്റെ അകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സാണ്. മെയിനായിട്ട് GLUT4 ആണ്, അതായത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4 ആണ് ഗ്ലൂക്കോസിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് അതായത് ബ്ലഡിൽ നിന്ന് മസിൽ സെൽസിലോട്ട് അതുപോലെ അഡിപ്പോസൈറ്റ്സിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ GLUT4 അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4 എന്ന് പറയുന്നത് ഏതിൻ്റെ? ഇൻസുലിനാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ കൂടും. അപ്പം ബ്ലഡിൽ കൂടാതെ നമ്മുടെ ബ്ലഡിൽ നിന്നും ഈ ഗ്ലൂക്കോസിനെ സെൽസിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് 4 ആണ്. പക്ഷേ GLUT2 ഉണ്ട്. GLUT2 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2, അത് ലിവർ സെൽസിലാണ് ഉള്ളത്. അത് പക്ഷേ ഇൻസുലിൻ്റെ കൺട്രോളിലല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ ഈ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4ഉം GLUT2ഉം നമ്മുടെ ഈ ബ്ലഡിൽ നിന്നും ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സെൽസിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിങ് സെൽസ്, ഗ്ലൂക്കോസ് മോളിക്യൂളാണ് റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ എൻസൈംസ് വഴി ഗ്ലൂക്കോസ് അതിനകത്തോട്ട് എൻട്രി ചെയ്യും. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4ഉം അതുപോലെ GLUT2ഉം. അടുത്തത് എംഡൻ മെയർഹോഫ് പാത്വേ. എംഡൻ മെയർഹോഫ് പാത്വേ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസിൻ്റെ മറ്റൊരു പേരാണ്. കാരണം ഈ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് എംഡൻ എന്ന് പറയുന്ന, അതായത് ജോർജ് ഗാൻഡ് എംഡൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഗ്ലൂക്കോസ് നമ്മൾ പഠിക്കും. എന്തിനാണ്? ലാക്റ്റേറ്റിനെ പൈറുവേറ്റ് ആക്കുന്ന സ്റ്റെപ്പ് കണ്ടുപിടിച്ചത് എംഡനാണ്. അതുപോലെ മെയർഹോഫാണ് ഈ ഗ്ലൈക്കോളിസിസിലെ മേജർ സ്റ്റെപ്സും ഇൻവെൻറ്റ് ചെയ്തത് മെയർഹോഫാണ്. അതുകൊണ്ടാണ് ഇതിനെ എംഡൻ മെയർഹോഫ് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് പാത്വേയിൽ ഗ്ലൂക്കോസ് എയ്റോബിക് കണ്ടീഷനിൽ പൈറുവേറ്റും അനേറോബിക് കണ്ടീഷൻസിൽ ലാക്റ്റേറ്റ് ആയിട്ടും മാറും. അതിൻ്റെ കൂടെ എന്താണ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് ATP പ്രൊഡ്യൂസ് ചെയ്താലാണല്ലോ ഈ ഗ്ലൈക്കോളിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം എയ്റോബിക് കണ്ടീഷനിൽ പൈറുവേറ്റും അനേറോബിക് കണ്ടീഷനിൽ ലാക്റ്റേറ്റും ആയിട്ട് മാറും. എയ്റോബിക് കണ്ടീഷനിൽ പൈറുവേറ്റും അതുപോലെ അനേറോബിക് കണ്ടീഷനിൽ ലാക്റ്റേറ്റുമായിട്ട് മാറും. പിന്നെ ദ സൈറ്റ് ഓഫ് റിയാക്ഷൻ, ഓൾ ദ റിയാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം. നമ്മൾ പറഞ്ഞു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൽ നിന്ന് ഗ്ലൂക്കോസിനെ സെൽസിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവിടെയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഓവർവ്യൂ ആണ്. അതായത് ഗ്ലൈക്കോളിസിസ് നമുക്ക് ഈ ചാർട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ ഗ്ലൈക്കോളിസിസ് നമുക്ക് ക്ലിക്കാവും. അതായത് ഏതൊക്കെയാണ് റിയാക്റ്റൻസ്, സബ്സ്ട്രേറ്റ് ഏതൊക്കെയാണ്, എൻസൈംസ് ഏതൊക്കെയാണ്, അതുപോലെ ATP എവിടെയൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ പഠിക്കാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഈ ചാർട്ട് ഒന്ന് പഠിക്കുക. അതിനുശേഷം പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗ്ലൂക്കോസ് ഫസ്റ്റ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അവിടുത്തെ എൻസൈം ഏതാണ്? ഹെക്സോകൈനേസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. അവിടെ നമ്മുടെ ATP യൂട്ടിലൈസ് ചെയ്യും. ATP യൂട്ടിലൈസ് ചെയ്ത് ADP ആവും. അതായത് അവിടെ ഒരു ATP യൂട്ടിലൈസ് ചെയ്യണം. അത് യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ എനർജറ്റിക്സ് പഠിക്കുമ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും.
പിന്നെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്, അതായത് ഫോർവേഡ് റിയാക്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അതൊരു റിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. അത് റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കാൻ പറ്റും. അവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ് ആണ്. നെക്സ്റ്റ് ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ്. അപ്പോൾ ഈ കൈനേസ് വരുന്ന എൻസൈംസും അതിൽ ATP ADP ജനറേഷൻ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കണം, കാരണം അത് എനർജറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മുടെ ഒരു ATP യൂട്ടിലൈസ് ചെയ്ത് ADP ആയിട്ട് മാറും, അതായത് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ADP ആയിട്ട് മാറും. ഈ ഡൈഫോസ്ഫേറ്റും ബിസ്ഫോസ്ഫേറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഈ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൽ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ട് ഈ അഡിനോസിനോട്ട് അറ്റാച്ച് ചെയ്തേക്കണം. അതേസമയം ബിസ്ഫോസ്ഫേറ്റ് ആകുമ്പം, അതായത് നമ്മുടെ പറയുന്നുണ്ടല്ലേ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, അതായത് 2 സൈറ്റിലോട്ടാണ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആവും. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആൽഡോളൈസ് എൻസൈം വഴി ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ആയിട്ട് മാറും. ഏതൊക്കെയാണ്? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും അതുപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് മാറും. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് വീണ്ടും ഏതായിട്ട് മാറാൻ പറ്റും? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കി അങ്ങോട്ട് താഴോട്ട് പറയുമ്പോൾ 2 മോളിക്യൂൾസ് പറയും. അപ്പോൾ NADH ആവുന്ന സ്റ്റെപ്പൊക്കെയാണ്, അവിടെയൊക്കെ 2 ഉണ്ട്. കാരണം ഈ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് വീണ്ടും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആവാൻ പറ്റും. ഈ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് പിന്നെ ഡീഹൈഡ്രോജനേസ് റിയാക്ഷൻ വഴി 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവും. അവിടെയും ഈ പറയുന്ന പോലെ NAD പ്ലസ് NADH2 ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ATP ജനറേഷൻ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എനർജറ്റിക്സിൽ പഠിക്കും. അതായത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവും. അവിടുത്തെ എൻസൈം ആലോചിച്ച് വയ്ക്കുക, ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. നെക്സ്റ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്. അവിടെ ഏതാണ് എൻസൈം? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന എൻസൈം ഇല്ലേ, അതിൻ്റെ കൂടെ ഒരു കൈനേസ് ആഡ് ചെയ്യുക. 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് ആഡ് ചെയ്യുമ്പം അവിടെ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ADP ATP ആയിട്ട് മാറുന്നുണ്ട്. ADP ATP പിന്നെ ഈ എൻസൈമും പിന്നെ ഈ സ്റ്റെപ്പും അതൊന്ന് ആലോചിച്ച് ഇതിൽ ഈ ചാർട്ട് അങ്ങ് നിങ്ങൾ പഠിക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ കാണുന്ന പോലെയല്ല, പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ് ആണ്. ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ്. അപ്പോൾ ഈ ഫോർവേഡ് ഈ ഫസ്റ്റ് ഒരു ഡൗൺവേഡ് ആരോ മാത്രം കൊടുത്തേക്കുന്നത് ശ്രദ്ധിക്കണം. അതെല്ലാം 1 ഡയറക്ഷനാണ്, അതായത് യൂണി ഡയറക്ഷനാണ്, ഇറിവേഴ്സിബിൾ സ്റ്റെപ്പുകളാണ്. അതായത് കൈനേസ് വരുന്ന എല്ലാം മിക്കതും ഇറിവേഴ്സിബിളാണ്. കൈനേസ് വരുന്ന ബാക്കിയെല്ലാം റിവേഴ്സിബിളാണ്. അപ്പം ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവും. അവിടുത്തെ എൻസൈം ഏതാണ്? ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ്. 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആവും. 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഏതാണ് ആവുന്ന? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. ഇവിടെ ഈനോളൈസ് എൻസൈമാണ്. Mg2+ ഒരു കോഫാക്ടറായിട്ട് വരുന്നുണ്ട്. അത് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കണം. ഇപ്പോൾ ഈ ചാർട്ട് പഠിക്കുക, എൻസൈം പഠിക്കുക, ATP ADP ആവുന്ന സ്റ്റെപ്പുകൾ, NADH2 ആവുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുമ്പോഴേ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നതാണ്. അപ്പം NADH2 ആകുമ്പം അങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് നമുക്ക് കുറേ കിട്ടും. അടുത്ത ഈനോളൈസ് എൻസൈം വഴി ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആവും. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കൈനേസ് വഴി പൈറുവേറ്റ് ആവും. ഈ കൈനേസ് വരുമ്പോൾ നമ്മൾ ആലോചിക്കണം ADP ATP ആയിട്ട് മാറും. പിന്നെ ഈ പൈറുവേറ്റ് ഇതെല്ലാം എയ്റോബിക് കണ്ടീഷനാണ്. പിന്നെ ഈ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആവുന്ന ഏതാണ്? അനേറോബിക് കണ്ടീഷനാണ്. അവിടെ നമ്മുടെ എൻസൈം മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണ്. ഏത്? ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് മൾട്ടി എൻസൈം കോംപ്ലക്സ് വഴി പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതൊന്ന് പഠിക്കുക. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്, ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് പ്ലസ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ്, 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് നിന്ന് പൈറുവേറ്റ് ആവും. പൈറുവേറ്റിൽ നിന്ന് ലാക്റ്റേറ്റ് ആവും.
പിന്നെ ATP AD. അപ്പോൾ കൈനേസ് വരുന്നിടത്തെല്ലാം ATP ഉണ്ട്, ADP ഉണ്ട്. ഫസ്റ്റ് 2 റിയാക്ഷനിൽ ATP ആണ് ADP ആയിട്ട് മാറുന്നത്. അതായത് 2 ATP അവിടെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്യുന്നതുണ്ട്. ആണ്ടേ 1,3-bis ഫോസ്ഫോഗ്ലിസറൈറ്റ് കൈനേസിൽ ADP ATP ആവുന്നുണ്ട്. NAD+ നിന്ന് NADH2 ഉണ്ടാകുന്നത്. അതായത് ഒരു NAD നിന്ന് 2.5 മോളിക്യൂൾ ATP 2.5 ATP ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എനർജറ്റിക്സ് പറയുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ ഈ എൻസൈംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹെക്സോകൈനേസ്, ഫോസ്ഫോഹെക്സോസ് ഐസോമറൈസ്, ഫോസ്ഫോഫ്രക്ടോകൈനേസ്, അതുപോലെ ആൽഡോളൈസ്, അതുപോലെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്, 1,3-bis ഫോസ്ഫോഗ്ലിസറൈറ്റ് കൈനേസ്, ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടൈസ്, ഈനോളൈസ്, പൈറുവേറ്റ് കൈനേസ്, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഈ ചാർട്ടൊന്ന് നിങ്ങൾ എഴുതി പഠിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചാൽ തന്നെ മറ്റേത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും. Next, significance of glycolysis pathway. It is the only pathway that is take place in all cells of the body. Glycolysis is only source of energy in erythrocytes. In strenuous exercise, when muscle tissue lacks enough oxygen, anaerobic glycolysis forms the major source of energy for muscles. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അനീറോബിക് ഗ്ലൈക്കോളിസിസ് നടക്കും. അനീറോബിക്കിൽ ഏതാണ് പ്രോഡക്റ്റ് ആവുന്നത്? നമ്മൾ പഠിച്ചല്ലോ ഇപ്പം. ലാക്ടേറ്റ് ആണ് പ്രോഡക്റ്റ് ആവുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഈ മേജർ സോഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഈ ഗ്ലൈക്കോളിസിസ് ആണ് അവിടെയെല്ലാം മേജർ സോഴ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് ആണ് എന്ത്? പ്രിലിമിനറി സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ദ പ്രിലിമിനറി സ്റ്റെപ്പ് ബിഫോർ കംപ്ലീറ്റ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഈ ഗ്ലൈക്കോളിസ് ആണ്. അത് കഴിഞ്ഞാണ് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് പോയിട്ട് ബാക്കി ATP ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കാർബൺ സ്കെൽറ്റൺ ഫോർ ദ സിന്തസിസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആസ് വെൽ ആസ് ഗ്ലിസറോൾ ആസ് എ പാർട്ട് ഓഫ് ഫാറ്റ്. നമ്മൾ ഫാറ്റി ആസിഡ്സിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ഗ്ലിസറോളാണ്. അപ്പോൾ ഗ്ലിസറോളിൻ്റെ കാർബൺ സ്കെൽറ്റൻസിനും അതുപോലെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം അതിനെല്ലാമുള്ള കാർബൺ സ്കെൽറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് പാത്ത് വഴിയാണ്? ഗ്ലൈക്കോളിസിസ് വഴിയാണ്. മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് ഓഫ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ ആർ റിവേഴ്സിബിൾ വിച്ച് ആർ യൂസ്ഡ് ഫോർ ഗ്ലൂക്കോനിയോജനസിസ്. നമ്മൾ ഗ്ലൂക്കോനിയോജനസിസും പഠിക്കും. അതെന്തുവാ? ഈ ഗ്ലൂക്കോസ് നോൺ ഗ്ലൂക്കോസ് പ്രോഡക്ട്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പ്രോസസ്സ്. അത് വളരെ എളുപ്പമാണ്. കാരണം ഗ്ലൈക്കോളിസിസ് പഠിച്ചാൽ ജസ്റ്റ് അതിൻ്റെ റിവേഴ്സാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ്, അവിടെയൊക്കെ മാത്രം എന്താണ് കുറച്ച് എൻസൈംസിൻ്റെ പേര് പഠിക്കുക. അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നത് ഇറിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ ഒരു എൻസൈം ഏതാണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അങ്ങനെ കുറച്ച് 2-3 എൻസൈംസ് മാത്രമേ എക്സ്ട്രാ അവിടെ പഠിക്കാവുള്ളൂ. അതാണ് ഗ്ലൂക്കോനിയോജനസിസ്. അപ്പോൾ ഈ ഗ്ലൈക്കോളിറ്റി അതാണ് പറഞ്ഞ ഗ്ലൈക്കോളിറ്റി പാത്വേയുടെ ജസ്റ്റ് റിവേഴ്സാണ് ഈ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞത്. അടുത്ത അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സ്റ്റെപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹാവർത്ത് ഫോമുലയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ സ്ട്രക്ചർ നമ്മൾ പഠിച്ചാൽ നമുക്കിത് എളുപ്പമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ചാർട്ടിൽ പറഞ്ഞില്ലേ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു, ATP ADP ആവുന്നു. അവിടെ Mg2+ ആണ് കോഫാക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസിൻ്റെ 6th മോളിക്യൂളിലെ കാർബണിൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നതാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഇവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് 1-2 പ്രാവശ്യം ഒന്ന് എഴുതി പഠിക്കുമ്പോൾ നമുക്കത് ക്ലിക്കാവും. അതാണ് സ്റ്റെപ്പ് 1. ഇതൊരു ഇറിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ വേറെ ഒന്നും പഠിക്കാനില്ല. എക്സോകൈനേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ദ എൻസൈം ഈസ് ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് എന്താണ്? ഇവിടെ നമുക്കറിയാം ATP ADP ആയിട്ട് മാറും. അപ്പോൾ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടാകും. അത് ഈ കാർബണിൻ്റെ 6th ഗ്രൂപ്പിൽ 6th കാർബണിൽ ആഡ് ചെയ്യും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാവും. അവിടെ ഒരു ATP യൂട്ടിലൈസ് ചെയ്യും. The energy released by the hydrolysis of ATP is utilized for the forward reaction. Hexokinase is a key glycolytic enzyme. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. എന്താണ്? ഹെക്സോകൈനേസ് ഈസ് ദ കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈം. എന്താണ് ഒരു കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈം എന്ന് പറയുന്നത്? അതായത് ഒരു അലോസ്റ്ററിക് എൻസൈംസ് ആണ് ഹെക്സോകൈനസ്. അപ്പോൾ ഹെക്സോകൈനസിന് അലോസ്റ്ററിക് എൻസൈമാണ്. അതിനൊരു ആക്റ്റീവ് സൈറ്റും കാണും, അതുപോലെ ഒരു അലോസ്റ്ററിക് സൈറ്റും കാണും. അത് ഈ എൻസൈം ഇതിനെ അതായത് റെഗുലേറ്റ് ചെയ്യും, ഗ്ലൈക്കോളിസിനെ റെഗുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സോകൈനേസ് കാറ്റലൈസ് എ റെഗുലേറ്ററി സ്റ്റെപ്പ് ഇൻ ഗ്ലൈക്കോളിസിസ് ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ATP ADP ആയി മാറും, ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ജനറേറ്റ് ചെയ്യും, അത് 6th കാർബണിൽ ആഡ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവും. അപ്പോൾ എനർജി റിലീസ് ചെയ്യും, അത് ഫോർവേഡ് റിയാക്ഷനെ യൂട്ടിലൈസ് ചെയ്യും. ഈ ഫിഗർ വെച്ച് തന്നെ നമ്മൾ അതിനെ എഴുതാൻ പറ്റും. നമുക്ക് പോയിൻറ്റ്സ് കിട്ടും നമുക്ക്.
നെക്സ്റ്റ് ഹെക്സോകൈനേസും ഗ്ലൂക്കോകൈനേസും. അപ്പോൾ ഹെക്സോകൈനേസും ഗ്ലൂക്കോകൈനേസും ഐസോ എൻസൈംസ് ആണ്. എന്താണ് ഐസോ എൻസൈംസ്? ഒരേ ഫങ്ഷൻ ഉള്ളതും അതുപോലെ വ്യത്യസ്ത ലൊക്കേഷൻസ് അതുപോലെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എൻസൈംസ് സ്ട്രക്ചർ ഡിഫറൻസ് ആയിരിക്കും. അപ്പം ഒരേ ഫങ്ഷനും ഡിഫറെൻറ്റ് സ്ട്രക്ചറുകളാണ് ഇത് ഹെക്സോകൈനസ്. സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, റെഗുലേഷൻ അതെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് എന്ത് ഐസോ എൻസൈംസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിൽ നിന്ന് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് കിട്ടും. ഇപ്പോൾ ഹെക്സോകൈനസ് എല്ലാ ടിഷ്യൂസിലും പ്രസൻ്റ് ആണ്. പക്ഷേ ഗ്ലൂക്കോകൈനസ് ലിവറിൽ മാത്രമേ ഉള്ളൂ. KM വാല്യൂ. അപ്പോൾ എന്താണ് KM വാല്യൂ? KM വാല്യൂ ഈസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹാഫ് മാക്സിമൽ വെലോസിറ്റി, ലോ KM. അപ്പം കുറച്ച് ഒരു എൻസൈമിന് KM വാല്യൂ കുറവാണെങ്കിൽ അതിന് അഫിനിറ്റി കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഹെക്സോകൈനസിൻ്റെ KM വാല്യൂ കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അഫിനിറ്റി അതായത് സബ്സ്ട്രേറ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഹെക്സോകൈനസിന് കൂടുതലായിരിക്കും, ഗ്ലൂക്കോകൈനസിന് കുറവായിരിക്കും. പിന്നെ സ്പെസിഫിസിറ്റി ഗ്ലൂക്കോകൈനസ് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ അറിയാം കിട്ടും. ഗ്ലൂക്കോസിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതേസമയം ഹെക്സോകൈനസ് ആകുമ്പോൾ 6 കാർബൺ ഷുഗറാണ്, അതായത് ഗ്ലൂക്കോസിൽ അതുപോലെ ഫ്രക്ടോസിൽ മാനോസിലെല്ലാം ആക്ട് ചെയ്യും. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹെക്സോകൈനേസ് ഇൻഡ്യൂസ് ചെയ്യത്തില്ല, പക്ഷേ ഗ്ലൂക്കോകൈനേസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ വഴിയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറവായിരിക്കുമ്പം ഹെക്സോകൈനേസ് ആക്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യും. അപ്പം സെൽസിന് ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്ലൂക്കോകൈനേസ് ആക്ട് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ പറയണം. ഇൻസുലിൻ വന്നാൽ മാത്രമേ, ഇൻസുലിൻ ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമേ ഗ്ലൂക്കോകൈനേസ് വരത്തുള്ളൂ. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 100 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലെവല്, അതായത് നോർമൽ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 70 to 110 mg/dl അതിൽ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ ഇൻഡ്യൂസ് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ ടേക്ക് ചെയ്തുകൊണ്ട് പോകും. ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് സെൽസിൽ കൊണ്ടുപോയി ഗ്ലൈക്കോളിസ് നടത്തും. അല്ലെങ്കിൽ എന്താണ് ഗ്ലൈക്കോജൻ സിന്തസിസ്, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും. അപ്പോഴും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. അപ്പം ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഹെക്സോകൈനസും ഗ്ലൂക്കോകൈനസും ഇത് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ഓഫ് ഗ്ലൈക്കോളിസ് എന്താണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഈസ് ഐസോമറൈസ്ഡ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ് ആണ്. അത് റെഡിലി റിവേഴ്സിബിൾ. ഇത് സിമ്പിൾ സ്റ്റെപ്പാണ്, നമ്മൾ സ്ട്രക്ചറായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും കാര്യമില്ല, നമ്മളത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് ഐസോമറൈസ് ചെയ്യും. അവിടെ ഏത് എൻസൈമാണ്? ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ് ആണ്, റിവേഴ്സിബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫ്രക്ടോസ് 1,6-bis ഫോസ്ഫേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. ഇവിടെ ADP ആയിട്ട് മാറും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ADP ആയിട്ട് മാറുമ്പോൾ ഒരു ATP മോളിക്യൂള് യൂട്ടിലൈസ് ചെയ്തു. ഇവിടെയും ADP ആയിട്ടാകുമ്പോൾ എനർജി ജനറേറ്റ് ചെയ്തു, അത് ഫോർവേഡ് റിയാക്ഷനായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇവിടുത്തെ എൻസൈം ഏതാണ്? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്. Mg2+ ആണ് കോഫാക്ടർ. പിന്നെ ആ സ്ട്രക്ചർ ഓർക്കുക, ഫ്രക്ടോസ് ബിസ് ഫോസ്ഫേറ്റ്, അതായത് ഡൈഫോസ്ഫേറ്റും ബിസ്ഫോസ്ഫേറ്റും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കണ്ടോ, 2 കാർബൺ സൈറ്റിലാണ് ഫോസ്ഫോറിലേഷൻ നടന്നിരിക്കുന്നത്. അതാണ് ബിസ്ഫോസ്ഫേറ്റ്. ഡൈഫോസ്ഫേറ്റ് ആകുമ്പോൾ അഡിനോസിൻ്റെ തന്നെ ഒറ്റ കാർബണിൽ തന്നെ 2 ഫോസ്ഫേറ്റ്. അപ്പം ഇവിടെ തന്നെ ഫസ്റ്റ് കാർബണിൽ തന്നെ 2 ഫോസ്ഫേറ്റ് CH2 PO3, പിന്നെ ഇവിടെ തന്നെ വീണ്ടും ഒരു P ഡബിൾ ബോണ്ടോ, അതായത് വീണ്ടും ഒരു ഫോസ്ഫോറിലേഷൻ. അതാണ് ഏത്? ഡൈഫോസ്ഫേറ്റ് ബിസ്ഫോസ്ഫേറ്റും. ഒറ്റ കാർബണിൽ തന്നെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ ഡൈഫോസ്ഫേറ്റും, മറ്റത് ബിസ്ഫോസ്ഫേറ്റും. നെക്സ്റ്റ് നമുക്ക് എൻസൈംസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-bis ഫോസ്ഫേറ്റ് ആവും. എൻസൈം ഏതാണ്? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് ആണ്. ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് ഈസ് ആൻ അലോസ്റ്ററിക് ഇൻഡ്യൂസിബിൾ റെഗുലേറ്ററി എൻസൈം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കീ എൻസൈം ഓഫ് ദിസ് പാത്വേ. അലോസ്റ്ററിക് എൻസൈം എന്ന് പറയുമ്പോൾ അതിന് 2 സൈറ്റാണ്, ഒരു ആക്റ്റീവ് സൈറ്റും കാണും, അതുപോലെ ഒരു അലോസ്റ്ററിക് സൈറ്റ് കാണും. അലോസ്റ്ററിക് സൈറ്റിൽ എന്തെങ്കിലും സബ്സ്ട്രേറ്റ്, ചിലപ്പോൾ അതിനെ സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്ത്, അതായത് മോഡിഫയർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ ആക്ഷൻ കൂട്ടും, അപ്പോൾ അതിനെ അലോസ്റ്ററിക് ആക്ടിവേറ്റർ, കുറയ്ക്കുകയാണെങ്കിൽ അലോസ്റ്ററിക് ഇൻഹിബിറ്റർ എന്നും പറയും. അതുപോലെ ഇതൊരു ഇറിവേഴ്സിബിൾ സ്റ്റെപ്പാണ്. റേറ്റ് ലിമിറ്റിംഗ് റിയാക്ഷൻ ഗ്ലൈക്കോളിസിസ്. അത് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ദ റേറ്റ് ലിമിറ്റിംഗ് റിയാക്ഷൻ ഇൻ ഗ്ലൈക്കോളിസിസ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് കീ എൻസൈം ഓഫ് ദിസ് പാത്വേ, ഇറ്റ് ഇസ് എ റേറ്റ് ലിമിറ്റിംഗ് റിയാക്ഷൻ ഗ്ലൈക്കോളിസിസ്. അത് ഓർത്ത് വയ്ക്കുക. ഏതാണ്? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്.
പിന്നെ ഈ ഗ്ലൂക്കോനിയോജനസിസ് നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്ത് ഇപ്പോൾ ഇത് തന്നെ ഒരു ഫോർവേഡ് റിയാക്ഷനാണ്, അതായത് യൂണി ഡയറക്ഷണൽ റിയാക്ഷനാണ്, അതായത് റിവേഴ്സിബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ഗ്ലൂക്കോനിയോജനസിസിൽ ഇതിനകത്തൊരു എൻസൈം വരും, ഏതാണ് ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റേസ്. ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റേസ് വന്നാൽ അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകും. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സ്റ്റെപ്പ് കടന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവും. അതാണ് ഗ്ലൂക്കോനിയോജനസിസ്. ഈ സ്റ്റെപ്പ് 1, 2, 3 ഇതിനെ പറയുന്ന പേരാണ് പ്രിപ്പറേറ്ററി ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1, 2 and 3 ടുഗദർ കോൾഡ് പ്രിപ്പറേറ്ററി ഫേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 ഓഫ് ഗ്ലൈക്കോളിസിസിൽ ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ആവും, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ആയിട്ട് മാറും. ഏതൊക്കെയാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് വീണ്ടും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് തന്നെ ആവും. അതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പായിട്ട് പോകും. പക്ഷേ 2 മോളിക്യൂൾ അവിടെ ജനറേറ്റ് ചെയ്യും, അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റ് ആൽഡോളൈസ് എൻസൈം വഴി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും അതുപോലെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റുമായിട്ട് മാറും. അതുകൊണ്ട് ഈ സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് 2 പ്രോഡക്റ്റ് ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ക്ലീവേജ് നടന്ന് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു, അതുപോലെ ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഉണ്ടാകുന്നു. നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. അതായത് ദ 6 കാർബൺ ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റ് ഈസ് ക്ലീവ്ഡ് ഇൻ ടു 2 3 കാർബൺ യൂണിറ്റ്സ്, 1 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് അനദർ മോളിക്യൂൾ ഓഫ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ദ എൻസൈം ഈസ് ആൽഡോളൈസ്, ദ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. അപ്പം ആൽഡോളൈസ് എൻസൈമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആൽഡോളൈസ് എൻസൈം. അപ്പോൾ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഏതാണ്? ഫോസ്ഫോഫ്രക്ടോകൈനേസ്. കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈം ഹെക്സോകൈനേസ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് അത് വായിച്ച് ഫിഗർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പോയിൻറ്റ്സ് എല്ലാം കിട്ടും. സ്റ്റെപ്പ് 4A ഓഫ് ഗ്ലൈക്കോളിസിസ് ഞാൻ പറഞ്ഞില്ലേ, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഐസോമറൈസ് ചെയ്ത് ഏത്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആവും. ഏത് എൻസൈമാണ്? ഫോസ്ഫോട്രയോസ് ഐസോമറൈസ്. അതായത് ഇതിന് 3 കാർബൺ അല്ലേ, അപ്പം ഫോസ്ഫോട്രയോസ് ഐസോമറൈസ് വഴി ഏത്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അതായത് ഗ്ലൂക്കോസ് ഇപ്പം 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. നേരത്തെ സ്റ്റെപ്പ് 1, 2, 3നെ നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും. സ്റ്റെപ്പ് 4 and 4A ടുഗദർ കോൾഡ് സ്പ്ലിറ്റിംഗ് ഫേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 ഓഫ് ഗ്ലൈക്കോളിസിസ്. വാട്ട് ഈസ് സ്റ്റെപ്പ് 5? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ്. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ്. അവിടെ എൻസൈം ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. അവിടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ്, അതായത് CHO ഗ്രൂപ്പ് മാറി അവിടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നത്, അതായത് 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ്. ഫസ്റ്റിലും തേർഡിലും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ NAD+ NADH2 ആയിട്ട് മാറുന്നുണ്ട്. ഡീഹൈഡ്രോജനേസ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അതൊന്ന് ഓർത്ത് ആ എൻസൈം എഴുതുമ്പോൾ തന്നെ അവിടുത്തെ നമ്മൾക്ക് റിയാക്ഷൻ കിട്ടും. NAD NADH2 ആയിട്ട് മാറും. ഇതൊക്കെ നമുക്ക് ATP ജനറേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. അത് നമ്മൾ എനർജറ്റിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ സ്റ്റെപ്പ് 5ൽ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ചാർട്ടൊന്ന് പഠിച്ച് വയ്ക്കുക, അതിൽ നിന്ന് തന്നെ നമുക്കിതെല്ലാം കിട്ടും. അപ്പോൾ സ്റ്റെപ്പ് 5ൽ എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ് ആയിട്ട് മാറും. 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ് with the help of NAD. Glyceraldehyde 3 phosphate is dehydrogenated and simultaneously phosphorylated to 1,3-bis phosphoglyceride with the help of NAD+. The enzyme is glyceraldehyde 3 phosphate dehydrogenase. The product contains high energy bond. This is a reversible reaction. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 ആണ്. അതായത് 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ് 3 ഫോസ്ഫോഗ്ലിസറൈറ്റ് ആവും. അപ്പം 1,3-ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ് 3 ഫോസ്ഫോഗ്ലിസറൈറ്റ് ആവും. അതായത് ഇവിടുത്തെ ഈ PO3- അതായത് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുമ്പോൾ 3 ഫോസ്ഫോഗ്ലിസറൈറ്റ് ആയിട്ട് മാറും. ADP ATP ആയിട്ട് മാറും. ബിസ് ഫോസ്ഫോഗ്ലിസറൈറ്റ് കൈനേസ് ആണ്. അവിടെ ഒരു ATP ജനറേറ്റ് ചെയ്യുന്നുണ്ട്. Mg2+ കോഫാക്ടർ ഉണ്ട്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ATP ജനറേഷൻ സ്റ്റെപ്പാണ്. ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. The energy of 1,3-bis phosphoglycerate is trapped to synthesize 1 ATP molecule with the help of bis phosphoglycerate kinase. അതായത് ബിസ് ഫോസ്ഫോഗ്ലിസറൈഡ് കൈനേസ് വഴി
1,3 ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആകും ATP ജനറേറ്റ് ചെയ്യും Mg2+. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഉണ്ട്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനും ഉണ്ട്. അപ്പം ഹിയർ ദ എനർജി ഈസ് ട്രാപ്ഡ് ഡയറക്ട്ലി ഫ്രം ദ സബ്സ്ട്രേറ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ വഴി എനർജി റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ എനർജി റിലീസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ലെവൽ ഡയറക്റ്റ് സബ്സ്ട്രേറ്റിൽ നിന്നാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ എനർജി ഈസ് ട്രാപ്ഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് റെഡ്യൂസിങ് ഇക്വലൻസ് സച്ച് ആസ് NADH. ഇറ്റ് ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അതുപോലെ സ്റ്റെപ്പ് 6 റിവേഴ്സിബിൾ ആണ്. ഇപ്പോൾ NADH പോലുള്ള റെഡ്യൂസിങ് ഇക്വലൻസിൻ്റെ ഓക്സിഡേഷൻ വഴി ഒരു ചെയിനായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അത് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് നടക്കുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇപ്പം നമുക്ക് ഗ്ലൈക്കോളിസിൻ്റെ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനാണ് നടക്കുന്നത്. എനർജി ഡയറക്റ്റ് സബ്സ്ട്രേറ്റിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 7. ഹിയർ ദ 3-phosphoglycerate ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 2-phosphoglycerate. ദ എൻസൈം ഈസ് ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ്. അപ്പോൾ ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ് വഴി 3-phosphoglycerate 2-phosphoglycerate ആവും. അവിടുത്തെ ഡിഫറൻസ് ഒക്കെ CH2OH ആവും. ഇവിടെ സെക്കൻഡ് കാർബണിൽ CHO PO3 2-. അതായത് സെക്കൻഡ് കാർബണിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്തു, താഴെ OH ഗ്രൂപ്പുമായി. അതാണ് ഇത് വ്യത്യാസം വരുന്നത്. എന്താണ് 3-phosphoglycerate 2-phosphoglycerate ആവും. ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ് ആണ് അവിടെ നമ്മുടെ എൻസൈംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ 2-phosphoglycerate ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് 2-phosphoglycerate ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആവും. ഇവിടെ നമ്മുടെ ഈനോളൈസ് എൻസൈം ആക്ട് ചെയ്യാൻ Mg2+ വേണം. അതായത് ഈനോളൈസ്, അതായത് ഗ്ലൈക്കോളിസിസ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇവിടെ Mg2+ വേണം. Mg2+ൻ്റെ ആബ്സെൻസിൽ ഈ ഈനോളൈസിനെ ഫ്ലൂറൈഡ് ഇൻഹിബിറ്റ് ചെയ്യും. ഫ്ലൂറൈഡ് ഇൻഹിബിറ്റ് ചെയ്താൽ ഗ്ലൈക്കോളിസിസ് നടക്കില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ ബ്ലഡ് ഷുഗർ എടുക്കില്ലേ, ബ്ലഡ് ഷുഗർ എടുക്കുമ്പോൾ ആ ബ്ലഡ് സാമ്പിളിൽ ഫ്ലൂറൈഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഫ്ലൂറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷൻ കറക്റ്റായിട്ട് നടത്താൻ പറ്റും. In the step 7 of glycolysis, the 3-phosphoglycerate is isomerized to 2-phosphoglycerate by shifting phosphate group from third to second carbon atom. The enzyme is phosphoglucomutase. This is readily റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസിൻ്റെ ഹെൽപ്പിൽ 3-phosphoglycerate 2-phosphoglycerate ആയിട്ട് മാറും. സ്റ്റെപ്പ് 8 എന്താണ്? 2-phosphoglycerate ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ബൈ ദി എൻസൈം ഈനോളൈസ്. 1 വാട്ടർ മോളിക്യൂൾ ഈസ് റിമൂവ്ഡ്. അപ്പം വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇത് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഈനോളൈസിൻ്റെ ചോദിക്കാറുണ്ട്. ഈനോളൈസ് റിക്വയർസ് Mg2+ and by removing magnesium ions, fluoride will irreversibly inhibit this enzyme. Thus, fluoride will stop the whole glycolysis. When taking blood for sugar estimation, fluoride is added to blood. If not, glucose is metabolized by blood cells so that lower blood glucose values are obtained. അപ്പം ഗ്ലൂക്കോസിൻ്റെ കറക്റ്റ് എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ ഫ്ലൂറൈഡ് ആഡ് ചെയ്യും. ഫ്ലൂറൈഡ് ആഡ് ചെയ്ത് ഈ ഗ്ലൈക്കോളിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്നാലേ നമുക്ക് കറക്റ്റ് ഗ്ലൂക്കോസ് അറിയാൻ പറ്റത്തുള്ളൂ, ഗ്ലൂക്കോസ് ലെവൽ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, ദ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈനോളൈസിൻ്റെ കാര്യം, ഫ്ലൂറൈഡിൻ്റെ കാര്യം. നെക്സ്റ്റ് സ്റ്റെപ്പ് 9 ആണ്. ഹിയർ ദ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പൈറുവേറ്റ് വേർ ദ ATP ജനറേഷൻ സ്റ്റെപ്പാണ്. അതും ഓർത്ത് വയ്ക്കുക. ATP അതായത് ADP ഉണ്ടാവും. ADPന്ന് ATP ഉണ്ടാവും. അതായത് ADPയിൽ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP ആവും. പൈറുവേറ്റ് കൈനേസ് ആണ് അവിടെ enzyme. Phosphoenol pyruvate is dephosphorylated to pyruvate by pyruvate kinase. One molecule of ATP is generated during this reaction. This is again an example of substrate level phosphorylation. അപ്പോൾ ഡയറക്റ്റ്ലി സബ്സ്ട്രേറ്റിൽ നിന്നാണ് വരുന്നത്. അതേപോലെ NADH-ൻ്റെയൊക്കെ ഓക്സിഡേറ്റീവ് റിഡക്ഷൻ വഴിയല്ല എനർജി ഉണ്ടാകുന്നത്. അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് ലെവലിൽ നിന്നാണ്. സബ്സ്ട്രേറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ദ പൈറുവേറ്റ് കൈനേസ് ഇസ് എ കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈം. ദി സ്റ്റെപ്പ് ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കും ഏതൊക്കെയാണ് കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈം, ഏതൊക്കെയാണ് ഹെക്സോകൈനേസ്, ഫോസ്ഫോഫ്രക്ടോകൈനേസ്, അതുപോലെ പൈറുവേറ്റ് കൈനേസ്. ഈ കൈനേസ് വരുന്ന എല്ലാം കീ ഗ്ലൈക്കോളിറ്റിക് എൻസൈമാണ്. റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഏതാണെന്ന് വെച്ചാൽ ഫോസ്ഫോഫ്രക്ടോകൈനേസ്.
നെക്സ്റ്റ് സ്റ്റെപ്പ് 10 എന്ന് സ്റ്റെപ്പ് 10 അതായത് അനേറോബിക് കണ്ടീഷനിൽ. അപ്പോൾ ഇത്രയും നമ്മൾ എയറോബിക് കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി അനേറോബിക് കണ്ടീഷനിൽ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആവും. ലാക്റ്റേറ്റ് ഉണ്ടായിട്ട് പിന്നെ അത് കോറി സൈക്കിളിലൊക്കെ പോകും. അത് നമ്മൾ വേറെ സൈക്കിളായിട്ട് പിന്നെ പഠിക്കും. അപ്പം എനൈറോബിക് കണ്ടീഷനിൽ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറും. അവിടുത്തെ എൻസൈം ഏതാണ്? ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. NAD നിന്ന് NADH2 ജനറേറ്റ് ചെയ്യും. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ എക്സാംസിലെല്ലാം ചോദിച്ചു കൊണ്ടുവരുന്നതാണ് ഏത്? എനർജറ്റിക്സ് ഓഫ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ അത് രണ്ട് ഉണ്ട്. ഏതാണ്? അനേറോബിക് കണ്ടീഷനുണ്ട്, അതുപോലെ തന്നെയാണ് എയറോബിക് കണ്ടീഷനുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഹെക്സോകൈനേസിൽ നിന്ന് ഒരു ATP ADP ആകും. അതായത് ഒരു ATP യൂട്ടിലൈസ് ചെയ്തു. ഫോസ്ഫോഫ്രക്ടോകൈനേസിൻ്റെ കാര്യത്തിലും ഒരു ATP യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഈ ഫോസ്ഫോഫ്രക്ടോകൈനേസ്, പിന്നെ 1,3-bis ഫോസ്ഫോഗ്ലിസറൈഡ് കൈനേസ്, പൈറുവേറ്റ് കൈനേസ്, അവിടെയെല്ലാം ATP ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളവിടെ പറഞ്ഞില്ലേ 2 മോളിക്യൂൾ ഉണ്ടാവുന്നതിന് കാരണം ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആകും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്ന് പിന്നെ ഈ പൈറുവേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ATP ജനറേറ്റ് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾസ് വീതം ഉണ്ടാവുന്നുണ്ട്. അപ്പം 1 into 2 മോളിക്യൂൾസ്, പൈറുവേറ്റ് കൈനേസും 1 into 2 മോളിക്യൂൾസ്, അങ്ങനെ 4 മോളിക്യൂൾസും ATP ജനറേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞു ഹെക്സോകൈനേസ് അതുപോലെ ഫോസ്ഫോഫ്രക്ടോകൈനേസ് അവിടെ ATP ആയിട്ടാണ് മാറുന്നത്. അവിടെ 2 ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി 2 ATP കുറയുന്നുണ്ട്. ATP ആയിട്ട് മാറുന്നുണ്ട്. അല്ല, ADP ആയിട്ട് മാറുന്നുണ്ട്. അതായത് 2 ATP മോളിക്യൂൾസ് അവിടെ യൂട്ടിലൈസ് ചെയ്തു. അപ്പം 4 - 2 2. അപ്പം 2 ATP മോളിക്യൂൾസാണ് അനേറോബിക് കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെയാണ് എയറോബിക് കണ്ടീഷനിൽ അത് ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. എനർജി ഈൽഡ് ഫ്രം ദ ഗ്ലൈക്കോളിസിസ് ഡ്യൂറിങ് എനൈറോബിക് കണ്ടീഷൻ, അതായത് ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ 1 molecule of glucose is converted into 2 molecules of lactate. There is a net yield of 2 molecules of ATP. അതായത് 4 മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ 2 എണ്ണം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. 4 molecules of ATP are synthesized by the 2 substrate level phosphorylation at step 6 and 9, but 2 molecules of ATP are used in the steps 1 and 3. Hence net yield is only 2 ATP. The whole reaction is summarized as glucose plus 2 inorganic phosphate plus 2 ADP gives 2 lactate plus 2 ATP. അപ്പോൾ എയറോബിക് കണ്ടീഷനിൽ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവും, അനേറോബിക് കണ്ടീഷനിൽ ലാക്റ്റേറ്റ് ആവും. അനേറോബിക് ഗ്ലൈക്കോളിസിസിൽ 2 molecules of ATP പ്രൊഡ്യൂസ് ചെയ്യും. എയറോബിക് കണ്ടീഷനിൽ 7 molecules of ATP പ്രൊഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഹെക്സോകൈനേസ്, ഫോസ്ഫോഫ്രക്ടോകൈനേസ് 2 ATP യൂട്ടിലൈസ് ചെയ്തു. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ NADH ജനറേറ്റ് ചെയ്തു. ഒരു NADH നിന്ന് 2.5 ATP അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എൻ്റർ ചെയ്ത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ വഴി 5 ATP പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്ന് 2 ATP, പൈറുവേറ്റ് കൈനേസിൽ നിന്ന് 2 ATP, അങ്ങനെ ടോട്ടൽ 9 ATP, 2 എണ്ണം മൈനസ് ചെയ്ത് 7 ATP പ്രൊഡ്യൂസ് ചെയ്തു. ഏതിൽ? എയറോബിക് കണ്ടീഷനിൽ. When oxygen is plenty, the 2 NADH molecules generated in the glyceraldehyde 3-phosphate dehydrogenase reaction can enter mitochondrial electron transport chain for complete oxidation. Each NADH provides 2.5 ATPs. This reaction generates 5 ATPs. Thus, when oxygen is available, the net gain energy from the glycolysis pathway is 7 ATP. പിന്നെ നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, അത് എയറോബിക് കണ്ടീഷനിൽ പൈറുവേറ്റ് ആവും. ഈ പൈറുവേറ്റ് സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻ്റർ ചെയ്യും, 32 ATP ജനറേറ്റ് ചെയ്യും. ഇതാണ് ഗ്ലൈക്കോളിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ആ സ്ട്രക്ചർ ആദ്യം നമ്മൾ തന്ന ജനറൽ ചാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കുക, പിന്നെ അതിൽ എൻസൈംസ് ഏതൊക്കെ പഠിക്കുക, എവിടേക്കാണ് ATP ADP ജനറേറ്റ് ചെയ്യുന്നത് പഠിക്കുക. ഇത്രയും പഠിച്ചാൽ ഗ്ലൈക്കോളിസിസിൽ നിന്ന് ഒരു മാർക്കും പോവില്ല. നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. താങ്ക് യു.